വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ് കേട്ടോ. അപ്പോൾ 5ാം ക്ലാസ്സിലെ മക്കൾ പീലിയുടെ ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒന്നായിരുന്നു മിസ് ഈ വില്ലേജ് ലൈഫും സിറ്റി ലൈഫും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന്. അതാണ് മിസ് എന്ന് പറയാൻ പോകുന്നത്. എന്തായാലും മക്കൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, നോക്കിക്കോ. എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വില്ലേജ് ലൈഫ് ആൻഡ് സിറ്റി ലൈഫ്. ഓക്കെ, നമുക്ക് നോക്കാം. ഗ്രാമജീവിതവും നഗരജീവിതവും തമ്മിലുള്ള ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എൻവിയോൺമെൻറ്റ്, പരിസ്ഥിതി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വില്ലേജ് ലൈഫ് എന്താണ് ഓഫർ ചെയ്യുന്നത്. യെസ്, അവിടെ എന്താണ്, നല്ല ക്ലീൻ എയർ ഉണ്ടാവും അല്ലേ. വില്ലേജ് ലൈഫിൽ നല്ല ക്ലീൻ എയർ ഉണ്ടാവും. ദെൻ ക്ലോസർ ടു നാച്ചർ, പ്രകൃതിയോട് കൂടുതൽ അടുക്കുന്നവരല്ലേ, പ്രകൃതിയോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്നവരായിരിക്കും ആര്? യെസ്, നമ്മുടെ വില്ലേജ് ലൈഫിലുള്ള ആൾക്കാർ. അപ്പോൾ സിറ്റി ലൈഫിൽ എന്തായിരിക്കും നോക്കിക്കോ, ശ്രദ്ധിച്ചോളേ. വില്ലേജ് ലൈഫിൽ ക്ലീൻ എയർ ഉണ്ടാവും. ഓക്കെ, ക്ലീൻ എയർ ആണ് വില്ലേജ് ലൈഫിൽ ഉണ്ടാവുക. ക്ലീൻ എയർ, ക്ലോസർ ടു നാച്ചർ, പ്രകൃതിയോട് കൂടുതൽ അടുത്തവരായിരിക്കും. നമ്മുടെ സിറ്റി ലൈഫിൽ എന്താ ഉണ്ടാവുക? യെസ്, അവിടെ ഹസ്റ്റിൽ ആൻഡ് ബസ്റ്റിൽ ഓഫ് സിറ്റി ലൈഫ്, നഗരജീവിതത്തിൽ എന്താണ്, തിരക്കുകളാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ തിരക്കുകളോട് കമ്പയർ ചെയ്യുമ്പോൾ, സിറ്റി ലൈഫിലുള്ള തിരക്കുകളോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വില്ലേജ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, അവർ കൂടുതൽ ക്ലോസ് ടു നാച്ചറാണ്, പ്രകൃതിയോട് കൂടുതൽ അടുത്തുള്ളവരായിരിക്കും. അവിടെ നല്ല നല്ല എയർ, നല്ല ശുദ്ധമായ വായു ഉണ്ടാവും. ഓക്കെ, ഇതിനടുത്തത് നോക്കിയോ, ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, ബേസിക് അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സിറ്റിയിലായിരിക്കും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവുക. അവിടെ എന്താണ്, സിറ്റീസ് യൂഷ്വലി ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്, ഗതാഗത സൗകര്യം നോക്കിയാലും നെറ്റ്വർക്ക്, വൈഫൈ കണക്ടിവിറ്റി ഒക്കെ അല്ലേ. അതൊക്കെ നമ്മളെ വിക്കി പറയുന്നില്ലേ, നമ്മുടെ സിറ്റിയിൽ എന്താണ് നല്ല നെറ്റ്വർക്ക് കണക്ടിവിറ്റിയും വൈഫൈ ഒക്കെ ഉണ്ടാവും. അവൻ ഫുൾ ഗെയിം കളിക്കുന്ന കുട്ടിയല്ലേ. അപ്പോൾ എന്താണ്, നമ്മുടെ ഗ്രാമത്തെ അപേക്ഷിച്ച് സിറ്റിയിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും അല്ലേ. അവിടെ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഗതാഗതമുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ദെൻ നെറ്റ്വർക്ക്. ഇതൊക്കെ എന്താണ്, നമ്മുടെ സിറ്റിയിലാണുള്ളത്. അർബൻ ലൈഫ്, അതായത് സിറ്റി ലൈഫ് മീൻസ് ലിവിങ് ബിഗ് സിറ്റി, അതായത് വലിയ നഗരങ്ങളിലേക്ക് താമസിക്കുക. വേർ ദർ ആർ ലോട്ട്സ് ഓഫ് ബിൽഡിങ്, അവിടെ ഒരുപാട് ബിൽഡിങ്സ്, കെട്ടിടങ്ങൾ ഉണ്ടാവും. സിറ്റി ലൈഫാണ് പറയുന്നത്. അവിടെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടാവും. ബിസി സ്ട്രീറ്റ് ആയിരിക്കും, നല്ല തിരക്ക് പിടിച്ച റോഡുകളായിരിക്കും. മെനി പീപ്പിൾ, ധാരാളം ആളുകളുണ്ടാവും. ഇതിപ്പോൾ പറഞ്ഞതൊക്കെ സിറ്റി ലൈഫാണ്. ഇനി നമുക്ക് വില്ലേജ് ലൈഫ് നോക്കാം. വില്ലേജ് ലൈഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ റൂറൽ ലൈഫ് മീൻസ്, ഇത് നോക്കിയാൽ മതി. റൂറൽ ലൈഫ് മീൻസ് ലിവിങ് സ്മോൾ ടൗൺസ്, ചെറിയ നഗരങ്ങളായിരിക്കും, ചെറിയ ടൗണുകളായിരിക്കും. ദെൻ അവിടെ എന്താണ്, വേർ ദർ ഈസ് ഫ്യൂ ബിൽഡിങ്സ് ആൻഡ് ഫ്യൂ പീപ്പിൾ, അവിടെ കുറച്ച് ആളുകളും കുറച്ച് ബിൽഡിങ്സും കുറച്ച് ആളുകളും മാത്രമാണ്. മറ്റിടത്ത് നോക്കുമ്പോൾ എന്താണ്, ബിഗ് സിറ്റീസും ആണ്, അവിടെ ഒരുപാട് ആളുകളും ഉണ്ടാവും. ഇവിടെയാണെങ്കിലോ കുറച്ച് ആളുകളും കുറച്ച് ബിൽഡിങ്സേ ഉണ്ടാവത്തുള്ളൂ. എവിടെയാടാ? യെസ്, നമ്മുടെ വില്ലേജ് ലൈഫ് അല്ലെങ്കിൽ റൂറൽ ലൈഫിൽ എന്ന് പറയുന്നത്. ദെൻ ഇൻ റൂറൽ ഏരിയാസ്, ഈ റൂറൽ ഏരിയാസിൽ എന്താ ഉണ്ടാവുന്നത് നോക്കിയോ, യു സീ മോർ ഫാംസ്, അവിടെ എന്താ ഉണ്ടാവുക, അവിടെ ഒരുപാട് വയലുകൾ ഉണ്ടാവും, ഫാംസ് ഉണ്ടാവും. ദെൻ ഫീൽഡ്, ഓപ്പൺ സ്പേസസ്, ഒരുപാട് തുറസായ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ സിറ്റി ലൈഫും നിങ്ങളോട് വില്ലേജ് ലൈഫും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ മക്കൾ എഴുതേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.